തലസ്ഥാനത്ത് സംഘർഷം. SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വലിയ സംഘർഷമാണ് ഉണ്ടായത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ലാത്തിച്ചാർജ് നടത്തുന്നു. വിവരങ്ങൾ നൽകാൻ രജിത്തുണ്ട്. രജിത്ത്, എന്താണ് പാളയത്താണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകാൻ കാരണം? മറ്റു വിവരങ്ങൾ. അശ്വതി, ഇന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിജയം നേടാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിജയം നേടിയ SFI പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടയിലാണ് പാളയത്ത് എത്തുന്ന സാഹചര്യത്തിൽ KSU പ്രവർത്തകർ കല്ലേറ് നടത്തി എന്നാണ് അവർ ആരോപിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കല്ലേറിൽ ആളുകൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് ഇവർ കല്ലേറ് നടക്കുകയും കല്ലേറിനെ തുടർന്ന് തങ്ങൾ വളരെ സമാധാനപരമായി അല്ലെങ്കിൽ ആഹ്ലാദപൂർവ്വം നടത്തിയ പരിപാടിക്കിടയിലേക്ക് KSU പ്രവർത്തകർ കല്ലെറിഞ്ഞു എന്നാണ് SFI ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് അവർ കുത്തിയിരുന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയും ചെയ്തു. ആ പ്രതിഷേധത്തിനിടയിലേക്ക് വീണ്ടും കല്ലേറുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും പോലീസ് ഇടപെടുകയുമായിരുന്നു. പോലീസ് ലാത്തി ചാർജ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ലാത്തി വീശുകയും തുടർന്ന് ടിയർ ഗ്യാസ് പ്രയോഗവും നടത്തിയിട്ടുണ്ട്. ഒരു സംഘർഷാവസ്ഥ ഈ പ്രദേശത്ത് തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴും പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരുണ്ട്. ഒപ്പം തന്നെ വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് വിന്യസിച്ചിട്ടുമുണ്ട്. വലിയ തരത്തിലുള്ള ഒരു സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. രജിത്ത്, ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ് അവിടെ? തലസ്ഥാനത്ത് വലിയ തരത്തിലുള്ള സംഘർഷമാണ് അരങ്ങേറുന്നത്. SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു, ജലപീരങ്കി പ്രയോഗിച്ചു. വലിയ സംഘർഷമാണ് ഉണ്ടായത്. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ അനുനയത്തിലെത്താതെ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ സംഘർഷമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായാണ് SFI പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുള്ളത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കേണ്ട സാഹചര്യം, കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ട സാഹചര്യം. വലിയ തരത്തിലുള്ള സംഘർഷമാണ് KSU SFI പ്രവർത്തകർ തമ്മിൽ ഉണ്ടായത്. ഇപ്പോൾ MV ജയരാജൻ പ്രതികരിക്കുകയാണ്. അതിലേക്ക് നാമമാത്രമായ KSU പ്രവർത്തകന്മാരെ പോലീസിന് നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ. അവര് കല്ലെറിയുന്നവരെ സംരക്ഷിക്കുന്ന പോലീസ്. ഇതാണോ ചെന്നിത്തലയുടെ പോലീസ്? ഇത് ഒരു ന്യായവുമില്ലാത്ത ഒരു കാര്യമാണ്. SFI പ്രവർത്തകന്മാരെ ഏകപക്ഷീയമായി KSUവിന്റെ ക്രിമിനൽ സംഘവും ഒപ്പം പോലീസും ചേർന്ന് വേട്ടയാടുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിനെയും സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിനെയും ഉൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ SFI പ്രവർത്തകന്മാരെയുമാണ് പോലീസ് തല്ലിയത്. KSUക്കാർ കല്ലെറിഞ്ഞു. ആരും അക്രമത്തിന് മുതിരാൻ പാടില്ല. ഞാനിപ്പോ വന്ന ഉടനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത്, നിങ്ങള് SFIയുടെ നേതാക്കളെ മർദ്ദിച്ച പോലീസുകാരനെ അതിൽ നിന്ന് മാറ്റുക. അത് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ ഒരു മര്യാദ? ഇതൊരു ജനാധിപത്യ സമൂഹം. MV ജയരാജൻ അതിരൂക്ഷ വിമർശനമാണ് പോലീസിനെതിരെ ഉയർത്തിയത് എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരം പാളയത്തെ SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഈ സംഘർഷം ഉടലെടുക്കുന്നത്. ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് SFI പ്രവർത്തകർ ഇപ്പോൾ എന്നുള്ളതാണ്. പാളയത്ത് SFI KSU പ്രവർത്തകർ തമ്മിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. MV ജയരാജന്റെ പ്രതികരണമാണ് നമ്മൾ തത്സമയം കണ്ടത്. പോലീസ് ലാത്തി വീശിയെങ്കിലും പ്രവർത്തകർ പിന്തിരിയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതോടെ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ SFI നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിലായിരുന്നു ഈ ഒരു സംഘർഷമുണ്ടായത്. തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ SFI നേടിയിരുന്നു. KSU 4 സീറ്റുകൾ മാത്രമാണ് നേടിയത്.